+2 മാത്തമാറ്റിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിലെ സെക്ഷൻ 2.2 ബേസിക് കോൺസെപ്റ്റ്സ്. ഈ സെക്ഷനിലെ എക്സാമ്പിൾസും എക്സർസൈസ് 2.1 ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഈ സെക്ഷനിലേക്ക് ആവശ്യമുള്ള ഫോർമുലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ്, കൊസീക് ഇൻവേഴ്സ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് കൊസീക് ഇൻവേഴ്സ് എക്സ്. ഈ മൂന്ന് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെയും പ്രത്യേകത, ഇവയ്ക്കുള്ളിൽ നെഗറ്റീവ് വരികയാണെങ്കിൽ ആ നെഗറ്റീവ് അതാത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന് പുറത്തെടുത്ത് എഴുതാവുന്നതാണ്. അടുത്തത് കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് ഈക്വൽ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്, കോട്ട് ഇൻവേഴ്സ് മൈനസ് എക്സ് ഈക്വൽ ടു പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സ്, സീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ് ഈക്വൽ ടു പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ് എക്സ്. ഈ മൂന്ന് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെയും പ്രത്യേകത, അവയ്ക്കുള്ളിൽ നെഗറ്റീവ് വരികയാണെങ്കിൽ പൈ മൈനസ് അതാത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എടുത്തെഴുതും. ഈ ടേബിള് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. 6 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെയും റേഞ്ച് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് അടങ്ങിയ ടേബിളാണ് ഇത്. ഇവിടെ സൈൻ ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് എക്സ്, കൊസീക് ഇൻവേഴ്സ് എക്സ് ഇവയുടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിന് പൊതുവായ പ്രത്യേകത -π/2 മുതൽ π/2 വരെ എന്നുള്ളതാണ്. ചെറിയ വ്യത്യാസങ്ങളുണ്ട്. സൈൻ ഇൻവേഴ്സ് എക്സിന്റേത് ക്ലോസ്ഡ് ഇന്റർവൽ -π/2 π/2, ടാൻ ഇൻവേഴ്സ് എക്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓപ്പൺ ഇന്റർവൽ ആയിട്ട് മാറും, ഓപ്പൺ ഇന്റർവൽ -π/2 π/2. കൊസീക് ഇൻവേഴ്സ് എക്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ക്ലോസ്ഡ് ഇന്റർവൽ -π/2 π/2 മൈനസ് സെറ്റ് 0. ക്ലോസ്ഡ് ഇന്റർവൽ -π/2 π/2 നിന്നും അതിന്റെ നടുക്ക് കിടക്കുന്ന വിലയായ 0 മൈനസ് ചെയ്യും. അടുത്ത കോസ് ഇൻവേഴ്സ് എക്സ്, കോട്ട് ഇൻവേഴ്സ് എക്സ്, സീക്ക് ഇൻവേഴ്സ് എക്സ്. ഇവയ്ക്ക് മൂന്നിനും പൊതുവായ പ്രത്യേകത 0 മുതൽ π വരെയാണ് അതിന്റെ റേഞ്ചിൽ വരുന്ന വാല്യൂസ്. കോസ് ഇൻവേഴ്സ് എക്സിന്റേത് ക്ലോസ്ഡ് ഇന്റർവൽ 0π, കോട്ട് ഇൻവേഴ്സ് എക്സിന്റേത് ഓപ്പൺ ഇന്റർവൽ 0π, സീക്ക് ഇൻവേഴ്സ് എക്സിന്റേത് ക്ലോസ്ഡ് ഇന്റർവൽ 0π മൈനസ് സെറ്റ് π/2. ക്ലോസ്ഡ് ഇന്റർവൽ 0πയിൽ നിന്നും അതിന്റെ നടുക്ക് വരുന്ന വിലയായ π/2 മാറ്റി എഴുതുക. ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രയാസമില്ലാതെ ഈ ഫോർമുലകളെല്ലാം ഓർത്തെടുക്കാൻ എളുപ്പമാണ്. ഈ ടേബിള് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. 0യിലും π/6ലും π/4ലും π/3ലും π/2ലും ഉള്ള സൈനിന്റെയും കോസിന്റെയും ടാനിന്റെയും വിലകൾ അടങ്ങിയ ടേബിൾ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇത് വെച്ച് തന്നെ അടുത്ത 3 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആയ കൊസീക്കിന്റെയും സീക്കിന്റെയും ടാനിന്റെയും വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാം. സൈനിന്റെ റോയിൽ വരുന്ന വാല്യൂസിന്റെ റെസിപ്രോക്കൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് കൊസീക്കിന്റെ വാല്യൂസ് കിട്ടും. കോസിന്റെ റോയിലുള്ള വാല്യൂസിന്റെ റെസിപ്രോക്കൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് സീക്കിന്റെ വാല്യൂസ് കണ്ടെത്താം. ടാനിന്റെ റോയിൽ വരുന്ന വാല്യൂസിന്റെ റെസിപ്രോക്കൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് കോട്ടിന്റെ വാല്യൂസും കണ്ടെത്താം. ഈ ടേബിൾ വെച്ചിട്ട് തന്നെ 6 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെയും വാല്യൂസ് നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടെത്താം. അതായത് സൈൻ π/6 ഈക്വൽ ടു 1/2, അങ്ങനെയാണെങ്കിൽ തിരിച്ച് സൈൻ ഇൻവേഴ്സ് 1/2 ഈക്വൽ ടു π/6. അതുപോലെ സൈൻ π/4 ഈക്വൽ ടു 1/√2 ആയിരിക്കും, തിരിച്ച് സൈൻ ഇൻവേഴ്സ് 1/√2 ഈക്വൽ ടു π/4. അതുപോലെ കോസ് π/3 ഈക്വൽ ടു 1/2, അങ്ങനെയാണെങ്കിൽ കോസ് ഇൻവേഴ്സ് 1/2 ഈക്വൽ ടു π/3 ആയിരിക്കും. ഇതുപോലെ എല്ലാ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെയും വാല്യൂസ് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കണ്ടെത്താം. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/√2.
സൈൻ ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് നമുക്കറിയാം ക്ലോസ്ഡ് ഇന്റർവൽ -π/2 π/2 ആണ്. അപ്പൊ നമ്മൾ കണ്ടെത്തേണ്ട വില ഈ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിനകത്ത് ഉണ്ടാവും. അതായത് ഏതൊരു ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെയും വില കണ്ടെത്തുമ്പോൾ ആ വില അതിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിനകത്ത് ഉള്ളതായിരിക്കും. നമുക്ക് എഴുതാം given that സൈൻ ഇൻവേഴ്സ് 1/√2 ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ സൈൻ ഇൻവേഴ്സ് 1/√2 ഈക്വൽ ടു നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ടേബിൾ നോക്കി എഴുതാവുന്നതാണ്. സൈനിന്റെ റോയിൽ നോക്കിയാൽ മതി. നമുക്ക് കണ്ടെത്തേണ്ടത് സൈൻ ഇൻവേഴ്സ് 1/√2 ആണ്. അത് നമുക്ക് ടേബിളിൽ സൈനിന്റെ റോയില് എവിടെയാണ് 1/√2 ഇരിക്കുന്നത് നോക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ എടുത്ത് എഴുതിയാൽ മതി. അപ്പൊ സൈൻ ഇൻവേഴ്സ് 1/√2 ഈക്വൽ ടു π/4. നമുക്കറിയാം സൈൻ π/4 ഈക്വൽ ടു 1/√2. അങ്ങനെയാണെങ്കിൽ സൈന് റൈറ്റിലോട്ട് കൊണ്ടുപോകുമ്പോൾ അത് സൈൻ ഇൻവേഴ്സ് ആയിട്ട് മാറും. π/4 ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1/√2. അപ്പൊ സൈൻ ഇൻവേഴ്സ് 1/√2 പകരം നമുക്ക് π/4 എഴുതാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിന്റെ ആൻസർ എഴുതാം. ഈ കിട്ടിയ ആൻസർ π/4 അതിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ആയ ക്ലോസ്ഡ് ഇന്റർവൽ -π/2 π/2 ഉള്ളിലാണ് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് √3/2. ഇപ്പൊ കോസ് ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് നമുക്കറിയാം ക്ലോസ്ഡ് ഇന്റർവൽ 0π ആണ്. നമുക്ക് എഴുതാം given that cos inverse √3/2 ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈക്വൽ ടു നമ്മുടെ ടേബിള് നോക്കുകയാണെങ്കിൽ കോസ് ഇൻവേഴ്സിന് നേരെ നോക്കുകയാണെങ്കിൽ ഇവിടെ √3/2 ഉണ്ട്. ആ √3/2 നേരെ മോഡലുള്ള ആംഗിൾ എഴുതിയാൽ മതി. അപ്പൊ cos π/6 ഈക്വൽ ടു √3/2. തിരിച്ച് cos ഇൻവേഴ്സ് √3/2 ഈക്വൽ ടു π/6. ആൻസർ π/6. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കൊസീക് ഇൻവേഴ്സ് 2. നമുക്ക് തന്നിട്ടുള്ളത് കൊസീക് ഇൻവേഴ്സ് 2 ആണ്. കൊസീക് ഇൻവേഴ്സ് എക്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ക്ലോസ്ഡ് ഇന്റർവൽ -π/2 π/2 -8 0 ആണ്. നമ്മുടെ ആൻസർ ഈ ഇന്റർവലിനകത്ത് ആയിരിക്കണം. അപ്പൊ നമുക്ക് എഴുതാം given that കൊസീക് ഇൻവേഴ്സ് 2 ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ കൊസീക്കിന്റെ റെസിപ്രോക്കല് സൈൻ ആണ്. അതുപോലെ 2ന്റെ റെസിപ്രോക്കല് 1/2 ആണ്. അപ്പൊ ഇതിന് ഈക്വൽ ആയിട്ട് നമുക്ക് എഴുതാം. കൊസീക്കിന്റെ റെസിപ്രോക്കൽ എഴുതുക സൈൻ, അതിനുള്ളിൽ 2ന്റെ റെസിപ്രോക്കൽ എഴുതുക 1/2. ഇനി നമ്മൾ ടേബിൾ നോക്കുക. ടേബിളില് സൈനിന് നേരെ, ടേബിളില് സൈൻ മാത്രമേ ഉള്ളൂ. അപ്പൊ സൈനിന് നേരെ 1/2ന്റെ വില നോക്കുക. അതിന് നേരെയുള്ള ആംഗിൾ നോക്കുക. അപ്പൊ സൈന് നേരെ 1/2 നോക്കി 1/2 നേരെ മുകളിലുള്ള ആംഗിൾ എടുത്ത് എഴുതുക π/6. അപ്പൊ ആൻസർ സൈൻ π/6 1/2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ π/6 ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1/2. സൈൻ ഇൻവേഴ്സ് 1/2 ഈക്വൽ ടു π/6. ഈ π/6 നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിന് ഉള്ളിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നാലാമത്തെ ചോദ്യം, ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സീക്ക് ഇൻവേഴ്സ് 2/√3. നമുക്കറിയാം സീക്ക് ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ക്ലോസ്ഡ് ഇന്റർവൽ 0π -set π/2 ആണ്. നമുക്ക് എഴുതാം given that സീക്ക് ഇൻവേഴ്സ് 2/√3. ഇനി നമുക്ക് സീക്കിന്റെ റെസിപ്രോക്കല് കോസ് ആണ്. അതുപോലെ 2/√3യുടെ റെസിപ്രോക്കല് √3/2 ആണ്. ഇങ്ങനെ എഴുതാനുള്ള കാര്യം നമ്മുടെ ടേബിളിനകത്ത് സൈനും കോസും ടാനുമാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതിലോട്ട് മാറ്റുകയാണെങ്കിൽ നമ്മൾ വളരെ എളുപ്പത്തിൽ ടേബിൾ നോക്കിയിട്ട് ആൻസർ എഴുതാൻ സാധിക്കും. അപ്പൊ സീക്ക് ഇൻവേഴ്സിന്റെ റെസിപ്രോക്കല് കോസ് ഇൻവേഴ്സ്, 2/√3യുടെ റെസിപ്രോക്കല് √3/2, രണ്ടും തിരിച്ചെഴുതുക. പിന്നെ നമ്മൾ ടേബിള് നോക്കുക. കോസിന് നേരെ √3/2 നോക്കുക. കോസിന്റെ വിലയ √3/2. അതിന് നേരെ മുകളിലുള്ള ആംഗിൾ എടുത്ത് എഴുതുക π/6. അപ്പൊ നമ്മുടെ ആൻസർ കോസ് ഇൻവേഴ്സ് √3/2 ഈക്വൽ ടു π/6 എന്ന് കിട്ടും. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം.
ചോദ്യം ഇതാണ്, ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോട്ട് ഇൻവേഴ്സ് √3. കോട്ട് ഇൻവേഴ്സ് എക്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓപ്പൺ ഇന്റർവൽ 0π ആണ്. Given that cot inverse √3 equal to, നമുക്ക് എഴുതാം കോട്ടിന്റെ റെസിപ്രോക്കല് ടാൻ ഇൻവേഴ്സ്, √3യുടെ റെസിപ്രോക്കല് 1/√3. അപ്പൊ ടാൻ ഇൻവേഴ്സ് 1/√3 എന്ന് കിട്ടും. ഇനി നമുക്ക് ടേബിൾ നോക്കുകയാണെങ്കിൽ ടാനിന്റെ ടേബിൾ നോക്കുക, 1/√3 അതിന്റെ വില നോക്കുക. 1/√3ക്ക് നേരെ മുകളിലുള്ള വില എടുത്തെഴുതുക. വില π/6 ആണ്. tan π/6 equal to 1/√3 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ π/6 equal to tan inverse 1/√3. tan inverse 1/√3 equal to π/6. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് -1/2. അപ്പൊ നമ്മൾക്ക് ഇതുവരെ ചെയ്ത ചോദ്യങ്ങളിൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനുള്ളിൽ പോസിറ്റീവ് വാല്യൂസ് ആണ് വന്നിരുന്നത്. ഇവിടെ ആദ്യമായിട്ട് നെഗറ്റീവ് വാല്യൂ വന്നിട്ടുണ്ട്. സൈൻ ഇൻവേഴ്സിനകത്ത് ഒരു നെഗറ്റീവ് വാല്യൂ ആണ് ഇരിക്കുന്നത്. നമുക്ക് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എഴുതാം. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈസ് ക്ലോസ്ഡ് ഇന്റർവൽ -π/2 π/2 ആണ്. ഇങ്ങനെ എല്ലായിടത്തും എഴുതിയതിന്റെ കാര്യം, ഇത് എഴുതി തീരുമ്പോൾ നമ്മുടെ ഈ എല്ലാ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെയും പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് നമ്മൾ പഠിച്ചിരിക്കണം. കാരണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നിന്നും ഒരു ചോദ്യം എക്സാമിന് ചോദിക്കും. ഇപ്പൊ നമുക്ക് എഴുതാം സൈൻ ഇൻവേഴ്സ് -1/2 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി നമുക്കറിയാം നെഗറ്റീവ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനുള്ളിൽ നെഗറ്റീവ് വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് നമുക്കറിയാം. അതിനൊരു കുഞ്ഞു ഫോർമുല ഉണ്ട്. സൈൻ ഇൻവേഴ്സ് -x ഈക്വൽ ടു -sin ഇൻവേഴ്സ് x. കാണാതെ പഠിക്കേണ്ടെന്ന് ആവശ്യമില്ല. സൈൻ ഇൻവേഴ്സിനും കൊസീക് ഇൻവേഴ്സിനും ടാൻ ഇൻവേഴ്സിനും ഉള്ളിൽ നെഗറ്റീവ് വരുമ്പോൾ ആ നെഗറ്റീവ് പുറത്തെടുത്ത് എഴുതിയാൽ മതി. അങ്ങനെയാണെങ്കിൽ സൈൻ ഇൻവേഴ്സ് -1/2 നമുക്ക് -sin ഇൻവേഴ്സ് 1/2 എന്ന് എഴുതാം. ഇപ്പൊ ആൻസർ ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ടേബിൾ നോക്കി ഡയറക്റ്റ് എഴുതാവുന്നേ ഉള്ളൂ. സൈൻ ഇൻവേഴ്സ് 1/2. ഇപ്പൊ ടേബിളില് സൈനിന് നേരെ 1/2 നോക്കുക. 1/2ന് നേരെ മുകളിലുള്ള ആംഗിൾ എടുത്ത് എഴുതിയാൽ മതി π/6. അപ്പൊ ആൻസർ നമുക്ക് -π/6 എന്ന് കിട്ടും. -π/6. ഈ -π/6 നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചായ -π/2 π/2ന് ഉള്ളിലാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഏഴാമത്തെ ചോദ്യം, ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ടാൻ ഇൻവേഴ്സ് -√3. ടാൻ ഇൻവേഴ്സ് എക്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓപ്പൺ ഇന്റർവൽ -π/2 π/2 ആണ്. നമുക്ക് എഴുതാം given that tan inverse -√3 അതിന് ഈക്വൽ ടു, നമ്മുടെ ഫോർമുല കയ്യിലുണ്ട്, നെഗറ്റീവ് പുറത്തെടുത്ത് എഴുതിയാൽ മതി. tan inverse -x ഈക്വൽ ടു -tan inverse x ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ tan inverse -√3 ആണ്. ആ മൈനസ് നമുക്ക് പുറത്തെടുത്ത് എഴുതാം -tan inverse √3. ഇനി നമ്മൾ ടേബിള് നോക്കുകയാണെങ്കിൽ ടാനിന് നേരെയുള്ള √3യുടെ വില നോക്കുക. അതിന് നേരെ മുകളിലിരിക്കുന്ന ആംഗിൾ എടുത്ത് എഴുതിയാൽ മതി π/3. അപ്പൊ ഇവിടെ ഒരു മൈനസും കൂടെ ഉണ്ട്. മൈനസും ഈ π/3 കൂടെ ചെയ്യുമ്പോൾ -π/3. ഈ -π/3 നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിന് ഉള്ളിലാണ് ഉള്ളത്. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എട്ടാമത്തെ ചോദ്യം ഇതാണ്, ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കൊസീക് ഇൻവേഴ്സ് -√2. കൊസീക് ഇൻവേഴ്സ് എക്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ക്ലോസ്ഡ് ഇന്റർവൽ -π/2 π/2 -h0 ആണ്. നമുക്ക് തന്നിട്ടുള്ളത് കൊസീക് ഇൻവേഴ്സ് -√2 ആണ്. കൊസീക് ഇൻവേഴ്സിനുള്ളിൽ നെഗറ്റീവ് വരികയാണെങ്കിൽ നമുക്കറിയാം ഫോർമുല കൊസീക് ഇൻവേഴ്സ് -x ഈക്വൽ ടു -കൊസീക് ഇൻവേഴ്സ് x. അതായത് മൈനസ് പുറത്തെടുത്ത് എഴുതുക. ദാറ്റ് ഈസ് ഈക്വൽ ടു -കൊസീക് ഇൻവേഴ്സ് √2. ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ സൈനും കോസും ടാനും ഉള്ളൂ. അപ്പൊ ഇതിലോട്ട് മാറ്റണമെങ്കിൽ കൊസീക്കിന്റെ റെസിപ്രോക്കൽ എഴുതുക, അത് സൈന്. √2ന്റെ റെസിപ്രോക്കൽ എഴുതുക 1/√2. അപ്പൊ നമുക്ക് എഴുതാം മൈനസ് കൊസീക്കിന്റെ റെസിപ്രോക്കൽ സൈൻ ഇൻവേഴ്സ്, √2ന്റെ റെസിപ്രോക്കൽ 1/√2. ഇനി നമുക്ക് ടേബിൾ നോക്കാം. സൈനിന് നേരെയുള്ള 1/√2ന്റെ വില നോക്കുക. അപ്പൊ സൈനിന് നേരെ 1/√2 ഉണ്ട്. അതിന് നേരെ മുകളിലുള്ള ആംഗിള് π/4 ആണ്.
അപ്പൊ ആൻസർ -π/4. ഈ കിട്ടിയ ആൻസർ നമ്മുടെ ഇന്റർവെലിന്, അതായത് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിന് ഉള്ളിലാണ് വന്നിരിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 9ാമത്തെ ചോദ്യം ഇതാണ്. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് -1/2. കോസ് ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ക്ലോസ്ഡ് ഇന്റർവൽ 0 π ആണ്. നമ്മളെപ്പോഴും ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ വാല്യൂസ് കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിന് ഉള്ളിലായിരിക്കണം, ഇല്ലെങ്കിൽ ആൻസർ തെറ്റായിരിക്കും. അപ്പൊ നമുക്ക് എഴുതാം ഗിവൻ ദാറ്റ് കോസ് ഇൻവേഴ്സ് -1/2. ഇനി കോസ് ഇൻവേഴ്സിനും സീക്ക് ഇൻവേഴ്സിനും കോട്ട് ഇൻവേഴ്സിനും ഉള്ളിൽ നെഗറ്റീവ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട മാർഗം π മൈനസ് ആ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എഴുതുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ കോസ് ഇൻവേഴ്സ് -x = π മൈനസ് കോസ് ഇൻവേഴ്സ് x ആയിരിക്കും. ഇതുപോലെ നമ്മൾ ഇവിടെ കോസ് ഇൻവേഴ്സ് -1/2 എങ്ങനെ എഴുതാം? π മൈനസ് കോസ് ഇൻവേഴ്സ് 1/2. ആൻസർ കിട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് ടേബിൾ നോക്കിയാൽ മതി. ഇനി നമുക്ക് വേണ്ടത് കോസ് ഇൻവേഴ്സ് 1/2 വാല്യൂ ആണ്. ടേബിൾ നോക്കുകയാണെങ്കിൽ കോസിന് നേരെ 1/2 നോക്കുക, അതിന് നേരെ മുകളിലിരിക്കുന്ന ആംഗിൾ π/3. അപ്പൊ നമുക്ക് എഴുതാം π മൈനസ് π/3. കോസ് ഇൻവേഴ്സ് 1/2 വില ടേബിൾ നോക്കുകയാണെങ്കിൽ π/3. അപ്പൊ കോസ് ഇൻവേഴ്സ് 1/2 പകരം നമുക്ക് π/3 എഴുതാം. ഇനി നമുക്ക് LC എടുക്കുക. അപ്പൊ π × 3 3π മൈനസ് π/3. LC എടുക്കുമ്പോൾ 3 × π 3π മൈനസ് π/3. 3π മൈനസ് π 2π എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ആൻസർ 2π/3. അപ്പൊ π/3 2π/3 എന്ന് പറഞ്ഞാൽ 2 × π/3. π/3 60 ഡിഗ്രി ആണ്. 2 × 60 120 ഡിഗ്രി. അപ്പൊ 0 മുതൽ 180 ഡിഗ്രി, 0π എന്ന് പറഞ്ഞാൽ 0 മുതൽ 180 ഡിഗ്രി വരെ, അതിനിടയിലാണ് 120 ഡിഗ്രി. നമ്മുടെ ഇന്റർവെലിനുള്ളിലാണ് ഈ വില വന്നിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സീക്ക് ഇൻവേഴ്സ് -√2. സീക്ക് ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് നമുക്കറിയാം, ക്ലോസ്ഡ് ഇന്റർവൽ 0 π മൈനസ് സെറ്റ് π/2. ഇതിന്റെ ആൻസർ, കണ്ടുപിടിക്കുന്ന ആൻസർ ഇതിനുള്ളിലാവണം നമുക്ക് കിട്ടേണ്ടത്. നമ്മുടെ ചോദ്യം സീക്ക് ഇൻവേഴ്സ് -√2 ആണ്. നമ്മൾ എടുത്ത് എഴുതി സീക്ക് ഇൻവേഴ്സ് -√2. ഇവിടെ വന്നിട്ടുള്ളത് സീക്കിനുള്ളിൽ നെഗറ്റീവ് ഉണ്ട്. ഇപ്പൊ സീക്കിനുള്ളിൽ നെഗറ്റീവ് വരികയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് π മൈനസ് സീക്ക് ഇൻവേഴ്സ് x എന്ന് എഴുതുക. അതുപോലെ സീക്ക് ഇൻവേഴ്സ് -√2 നമുക്ക് π മൈനസ് സീക്ക് ഇൻവേഴ്സ് √2 എന്ന് എഴുതാം. നമ്മുടെ ടേബിളില് സൈന് കോസ് ടാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് സീക്കിന് ഒന്ന് റെസിപ്രോക്കൽ എടുത്ത് എഴുതാം. π മൈനസ് സീക്കിന്റെ റെസിപ്രോക്കല് കോസ്, √2ന്റെ റെസിപ്രോക്കല് 1/√2. ഇനി നമ്മുടെ ടേബിൾ നോക്കിയാൽ മതി. നമുക്ക് വേണ്ടത് കോസ് ഇൻവേഴ്സ് 1/√2 ആണ്. അപ്പൊ ടേബിളില് കോസിന് നേരെ 1/√2 ഉണ്ട്. 1/√2 നേരെ മുകളിലുള്ള വില π/4. അതെടുത്ത് എഴുതുക. അപ്പൊ നമുക്ക് π മൈനസ് π/4 എന്ന് കിട്ടും. π മൈനസ് π/4. LC എടുക്കുമ്പോൾ 4 × π 4π മൈനസ് π/4. 4π മൈനസ് π/4 ഈക്വൽ ടു 4π മൈനസ് π 3π 3π/4. π/4 നമുക്കറിയാം 45 ഡിഗ്രി. 3 × 45 ഡിഗ്രി 135 ഡിഗ്രി. നമുക്ക് 0 മുതൽ 180 ഡിഗ്രി വരെ, അതിൽ 90 ഡിഗ്രി ഇല്ല. അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ 135 ഡിഗ്രി നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിന് ഉള്ളിലാണ് ഇരിക്കുന്നത്. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 11ാമത്തെ ചോദ്യം ഇതാണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ടാൻ ഇൻവേഴ്സ് 1 പ്ലസ് കോസ് ഇൻവേഴ്സ് -1/2 പ്ലസ് സൈൻ ഇൻവേഴ്സ് -1/2. നമ്മുടെ ചോദ്യം എടുത്തെഴുതാം. ടാൻ ഇൻവേഴ്സ് 1 പ്ലസ് കോസ് ഇൻവേഴ്സ് -1/2 പ്ലസ് സൈൻ ഇൻവേഴ്സ് -1/2. ഇവിടെ കോസ് ഇൻവേഴ്സിനുള്ളിലും സൈൻ ഇൻവേഴ്സിനുള്ളിലും നെഗറ്റീവ് വന്നിട്ടുണ്ട്. അത് നമുക്ക് മാറ്റണം. അതിന്റെ ഫോർമുല നമുക്കറിയാം. കോസ് ഇൻവേഴ്സിനകത്താണ് മൈനസ് ഉള്ളതെങ്കിൽ കോസ് ഇൻവേഴ്സ് -x = π മൈനസ് കോസ് ഇൻവേഴ്സ് x എന്നും, സൈൻ ഇൻവേഴ്സിനുള്ളിലാണ് നെഗറ്റീവ് വന്നിട്ടുള്ളതെങ്കിൽ വളരെ എളുപ്പമാണ്, ആ മൈനസ് പുറത്തെടുത്ത് എഴുതിയാൽ മതി. അപ്പൊ സൈൻ ഇൻവേഴ്സ് -x = സൈൻ ഇൻവേഴ്സ് x. നമ്മുടെ പ്രോബ്ലം ഒന്ന് അറേഞ്ച് ചെയ്യാം. ടാൻ ഇൻവേഴ്സ് 1 മാറ്റമൊന്നുമില്ല, അങ്ങനെ തന്നെ എഴുതുക. രണ്ടാമത് കോസ് ഇൻവേഴ്സിനകത്ത് നെഗറ്റീവ് വന്നിരിക്കുകയാണ്.
ഇപ്പൊ കോസ് ഇൻവേഴ്സിനകത്ത് നെഗറ്റീവ് വരുമ്പോൾ പൈ മൈനസ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എഴുതുക. അതുപോലെ കോസ് ഇൻവേഴ്സ് മൈനസ് 1/2 ആണെങ്കിൽ നമുക്ക് എഴുതാം പൈ മൈനസ് കോസ് ഇൻവേഴ്സ് 1/2. അടുത്ത് സൈൻ ഇൻവേഴ്സിനുള്ളിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ് പുറത്തെടുത്ത് എഴുതുക. അപ്പൊ സൈൻ ഇൻവേഴ്സ് മൈനസ് 1/2 പകരം മൈനസ് സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് എഴുതാം. ഇനി നമുക്ക് ഈ 3 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെയും വാല്യൂസ് വളരെ എളുപ്പത്തിൽ ടേബിൾ നോക്കി നമുക്ക് എഴുതാം. ആദ്യം ടാൻ ഇൻവേഴ്സ് 1. ടാനിന് നേരെ നോക്കുക, ടാനിന്റെ റോയിൽ നോക്കുക. റോയിൽ ടാനിന് നേരെ നോക്കുമ്പോൾ 1 ഇവിടെ ഉണ്ട്. 1ന് നേരെ മുകളിലുള്ള π/4 നമുക്ക് എടുത്തെഴുതാം. ടാൻ ഇൻവേഴ്സ് 1ന് പകരം π/4 എഴുതാം. അടുത്തിരിക്കുന്ന പൈ ആണ്, പൈ അതുപോലെ എഴുതുക. മൈനസ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോസ് ഇൻവേഴ്സ് 1/2 ആണ്. അപ്പൊ കോസിന് നേരെ ഉള്ള വില ഇവിടെ വന്നിട്ടുണ്ട് 1/2. ആ 1/2ന് നേരെ മുകളിലിരിക്കുന്ന വില π/3 നമുക്ക് എഴുതാം. അപ്പൊ കോസ് ഇൻവേഴ്സ് 1/2ന് പകരം π/3 എഴുതാം. മൈനസ് ഇനി സൈൻ ഇൻവേഴ്സ് 1/2 ആണ്. ടേബിൾ നോക്കി സൈനിന് നേരെ ഉള്ള വില നോക്കുക 1/2. സൈനിന് നേരെ 1/2 ഇവിടെ ഉണ്ട്. 1/2ന് നേരെ മുകളിലിരിക്കുന്ന ആംഗിൾ π/6 ആണ്. അപ്പൊ സൈൻ ഇൻവേഴ്സ് 1/2ന് പകരം നമുക്ക് എഴുതാം π/6. ഇറ്റ് ഈസ് π/4. ടാൻ ഇൻവേഴ്സ് 1ന് പകരം π/4 പ്ലസ് പൈ. അടുത്ത് കോസ് ഇൻവേഴ്സ് 1/2 ഈക്വൽ ടു π/3. അടുത്ത സൈൻ ഇൻവേഴ്സ് 1/2 ഈക്വൽ ടു π/6. ഇനി സിംപ്ലിഫിക്കേഷൻ ആണ്. 12 LC എടുത്താൽ മതി. അപ്പൊ നമുക്ക് എഴുതാം 3π പ്ലസ് 12π മൈനസ് 4π മൈനസ് 2π ദാറ്റ് ഈസ് ഈക്വൽ ടു 9π/12. മുകളിലും താഴെയും 3 കൊണ്ട് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 3π/4 എന്ന് കിട്ടും. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ടാൻ ഇൻവേഴ്സ് √3 മൈനസ് സീക്ക് ഇൻവേഴ്സ് -2. ചോദ്യം എടുത്തെഴുതാം. ടാൻ ഇൻവേഴ്സ് √3 മൈനസ് സീക്ക് ഇൻവേഴ്സ് -2. സീക്ക് ഇൻവേഴ്സിനുള്ളിൽ നെഗറ്റീവ് വന്നിട്ടുണ്ട്. സീക്ക് ഇൻവേഴ്സിനുള്ളിൽ നെഗറ്റീവ് വരികയാണെങ്കിൽ നമുക്ക് എഴുതാം പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ് എക്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം ടാൻ ഇൻവേഴ്സ് √3 മൈനസ് സീക്ക് ഇൻവേഴ്സ് -2ന് പകരം പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ് 2. ടേബിൾ നോക്കി ഇതിന്റെ വാല്യൂസ് എല്ലാം നമുക്ക് വളരെ എളുപ്പത്തിൽ എഴുതാം. നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ടാൻ ഇൻവേഴ്സ് √3. അപ്പൊ ടാൻ π/3 ആണ് √3. അങ്ങനെയാണെങ്കിൽ തിരിച്ച് ടാൻ ഇൻവേഴ്സ് √3 ഈക്വൽ ടു π/3. അടുത്ത സീക്ക് ഇൻവേഴ്സ് 2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അതും ടേബിൾ നോക്കി കണ്ടുപിടിക്കാം. സീക്കിന്റെ റെസിപ്രോക്കൽ കോസ്, 2ന്റെ റെസിപ്രോക്കൽ 1/2. അപ്പൊ കോസ് π/3 1/2 തിരിച്ച് കോസ് ഇൻവേഴ്സ് 1/2 ഈക്വൽ ടു π/3. അപ്പൊ നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടേബിൾ നോക്കി ടാൻ ഇൻവേഴ്സ് √3 വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ടാനിന് നേരെ √3യുടെ നേരെ മുകളിൽ π/3. ടാൻ ഇൻവേഴ്സ് √3 ഈക്വൽ ടു π/3. മൈനസ് ഇൻറ്റു പൈ മൈനസ് പൈ, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് സീക്ക് ഇൻവേഴ്സ് 2. അതും ടേബിൾ നോക്കി കണ്ടുപിടിക്കാം. സീക്കിന്റെ റെസിപ്രോക്കല് കോസ്, 2ന്റെ റെസിപ്രോക്കല് 1/2. അപ്പൊ കോസ് ഇൻവേഴ്സ് 1/2 ഈക്വൽ ടു π/3. ദാറ്റ് ഈസ് സീക്ക് ഇൻവേഴ്സ് 2ന് പകരം π/3. π/3യും π/3യും കൂടെ ആഡ് ചെയ്യണമെങ്കിൽ 2π/3 മൈനസ് പൈ. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ആണെങ്കിൽ 2π മൈനസ് 3π π3 ഈക്വൽ ടു 2π മൈനസ് 3π മൈനസ് π/3. ഇതാണ് നമ്മുടെ ആൻസർ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് സൈൻ 3π/5. സൈൻ ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് നമുക്കറിയാം. ക്ലോസ്ഡ് ഇന്റർവൽ -π/2 π/2. എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ f of x അല്ലെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് f of x എന്ന് പറയുന്നത് x ആയി. അതുപോലെ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 3π/5 ഈക്വൽ ടു 3π/5 എന്ന് എഴുതുകയാണെങ്കിൽ 3 × π/5 എന്ന് കിട്ടും. അതായത് 3 × π/5 36 ഡിഗ്രി. 3 × 36 ഡിഗ്രി 108 ഡിഗ്രി. ഇവിടെ നമുക്ക് -90 മുതൽ +90 വരെയാണ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. സൈൻ ഇൻവേഴ്സും സൈനും കൂടെ ക്യാൻസൽ ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആൻസർ എഴുതുകയാണെങ്കിൽ 108 ഡിഗ്രി
ഈ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിന് പുറത്തായിരിക്കും ഇരിക്കുന്നത്. നമുക്ക് ആൻസർ അല്ല കിട്ടേണ്ടത്, നമുക്ക് ഈ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിനുള്ളിൽ തന്നെയുള്ള ആൻസർ കിട്ടണം. അപ്പൊ ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട മാർഗം, ഇവിടെ ഇരിക്കുന്ന ആംഗിൾ ഒന്ന് നോക്കുക, 3 × π/5. അതിന് തൊട്ട് മുകളിലുള്ള പൈയുടെ മൾട്ടിപ്പിള് ഏതാണെന്ന് നോക്കുക. ആ പൈയുടെ മൾട്ടിപ്പിളില് ഈ ആംഗിളിനെ ഒന്ന് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എഴുതാം 3π/5 തൊട്ട് മുകളിലുള്ള പൈയുടെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ പൈ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ഫോർമുല ഉണ്ട്, sin x = sin of π - x, അല്ലെങ്കിൽ തിരിച്ച് sin π - x = sin x. ഈ ഫോർമുല ഒന്ന് അപ്ലൈ ആണെങ്കിൽ sin 3π/5 = sin of π - 3π/5. നമുക്കറിയാം sin x = sin π - x. അതിൽ x പകരം 3π/5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ sin 3π/5 = sin of π - 3π/5. That is equal to sin of, ഇവിടെ ഒന്ന് LCM എടുക്കുകയാണെങ്കിൽ 5 × π 5π - 3π, that is equal to 2π/5. അപ്പൊ sin 3π/5 എന്ന് പറഞ്ഞാൽ sin 2π/5 ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എഴുതാം sin ഇൻവേഴ്സ് ഓഫ് sin 2π/5. അങ്ങനെയാണെങ്കിൽ f ഇൻവേഴ്സ് ഓഫ് f of x = x എന്ന് എഴുതുന്നത് പോലെ sin ഇൻവേഴ്സ് ഓഫ് sin 2π/5 = 2π/5 എന്നെഴുതും. അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ആലോചിക്കുകയാണെങ്കിൽ സൈൻ ഇൻവേഴ്സും സൈനും കൂടെ ക്യാൻസൽ ചെയ്യുക എന്ന് മനസ്സിൽ ചിന്തിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എഴുതാം 2π/5. ഈ 2π/5 2 × 36 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 72 ഡിഗ്രി എന്ന് കിട്ടും. അത് നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിന് ഉള്ളിലാണ് വന്നിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 7π/6. ഇവിടെയും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കോസ് ഇൻവേഴ്സും കോസും ക്യാൻസൽ ചെയ്തിട്ട് ആൻസർ 7π/6 എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിന് ഉള്ളിൽ ആയിരിക്കില്ല ഇരിക്കുന്നത്. നമ്മൾ കോസ് ഇൻവേഴ്സും കോസും കൂടെ ക്യാൻസൽ ചെയ്തിട്ട് എഴുതുകയാണെങ്കിൽ 210 ഡിഗ്രി, 7 × π/6 that is equal to 210 ഡിഗ്രി, 210 ഡിഗ്രി എന്ന് കിട്ടും. അത് നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിന് പുറത്താണ് വരുന്നത്. അപ്പൊ അത് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുകയില്ല. അപ്പൊ ഇനി ചിന്തിക്കേണ്ടത് 7π/6 തൊട്ടടുത്ത് വരുന്ന, അല്ലെങ്കിൽ 210 ഡിഗ്രിക്ക് തൊട്ടടുത്ത് വരുന്ന പൈയുടെ മൾട്ടിപ്ലൈ ഏതാണെന്ന് നോക്കുക. അത് 2π ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഫോർമുല ഉണ്ട്, cos 2π - x = cos x ആണ്. അല്ലെങ്കിൽ തിരിച്ച് cos x = cos 2π - x. അങ്ങനെയാണെങ്കിൽ cos 7π/6 പകരം നമുക്ക് എഴുതാം cos 2π - 7π/6. ഇവിടെ ഒന്ന് ക്രോസ് ചെയ്യുകയാണെങ്കിൽ 12π - 7π/6 എന്ന് കിട്ടും. that is equal to cos 5π/6. ഇനി നമുക്ക് എഴുതാം cos ഇൻവേഴ്സ് ഓഫ് cos 7π/6 = cos ഇൻവേഴ്സ് ഓഫ് cos 5π/6. ഇനി നമുക്ക് cos ഇൻവേഴ്സും കോസും ക്യാൻസൽ ആവുന്നതായിട്ട് ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ ആൻസർ 5 × π/6. that is 5 × π/6 30 ഡിഗ്രി ആണ്. 5 × 30 ഡിഗ്രി 150 ഡിഗ്രി. അത് നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ആയ 0ക്കും 180ക്കും ഇടയിലാണ് വരുന്നത്. അപ്പൊ ആൻസർ ഇതാണ്, ഇതിന്റെ ആൻസർ. അടുത്ത ചോദ്യം, ഫൈൻഡ് ദി വാല്യൂ ഓഫ് tan ഇൻവേഴ്സ് ഓഫ് tan 3π/4. ഇവിടെയും നമ്മൾ ആൻസർ tan ഇൻവേഴ്സ് ഓഫ് tan 3π/4 = tan ഇൻവേഴ്സും ടാനും കൂടെ ക്യാൻസൽ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് 3π/4 എന്ന് എഴുതി കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം, ആ 3π/4 tan ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിന് ഉള്ളിൽ വരികയില്ല. tan ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് -90 മുതൽ +90 വരെയാണ്. ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് എഴുതുകയാണെങ്കിൽ 3π/4 എന്ന് കിട്ടും. that is equal to 3 × π/4 = 3 × 45 ഡിഗ്രി = 135 ഡിഗ്രി എന്ന് കിട്ടും. അത് നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിന് പുറത്താണ് ഇരിക്കുന്നത്. അപ്പൊ അത് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുകയില്ല. അപ്പൊ 3π/4 അല്ലെങ്കിൽ 135 ഡിഗ്രിക്ക് തൊട്ടടുത്തിരിക്കുന്ന പൈയുടെ മൾട്ടിപ്പിൾ ഏതാണെന്ന് നോക്കുക. അത് പൈ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം tan π - x =
മൈനസ് ടാൻ എക്സ്. കാരണം പൈ മൈനസ് എക്സ് വരുന്നത് സെക്കൻഡ് ക്വാർട്ടറിലാണ്. സെക്കൻഡ് ക്വാർട്ടറിൽ ടാൻ നെഗറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ടാൻ പൈ മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് ഇൻറ്റു ടാൻ എക്സ് എന്നേ എഴുതാൻ പറ്റുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതിനൊന്ന് തിരിച്ചെഴുതുകയാണെങ്കിൽ ടാൻ എക്സ് ഈക്വൽ ടു മൈനസ് ടാൻ പൈ മൈനസ് എക്സ്. നമുക്കിവിടെ ഉള്ളത് ടാൻ 3π/4 ആണ്. അപ്പൊ ടാൻ 3π/4 പകരം എഴുതാം ടാൻ 3π/4 ഈക്വൽ ടു മൈനസ് ടാൻ പൈ മൈനസ് 3π/4. ഫോർമുലയിൽ എക്സിന് പകരം 3π/4 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. ഇവിടെ 4 ഒന്ന് ക്രോസ് ചെയ്യുകയാണെങ്കിൽ 4π മൈനസ് 3π/4 എന്ന് കിട്ടും. ദാറ്റ് ഈസ് മൈനസ് ടാൻ 4π മൈനസ് 3π/4. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ടാൻ π/4. ഇത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ടാൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് ടാൻ π/4. നമുക്കറിയാം ടാൻ ഇൻവേഴ്സിനുള്ളിൽ നെഗറ്റീവ് വരികയാണെങ്കിൽ ആ നെഗറ്റീവ് ടാൻ ഇൻവേഴ്സ് എക്സിന് പുറത്തെടുത്ത് എഴുതിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ടാൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് ടാൻ π/4 പകരം നമുക്ക് എഴുതാം മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ π/4. ടാൻ ഇൻവേഴ്സിനുള്ളിലെ നെഗറ്റീവ് നമ്മൾ പുറത്തെടുത്ത് എഴുതി. ഇനി നമുക്ക് ടാൻ ഇൻവേഴ്സും ടാനും ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ആൻസർ മൈനസ് π/4 എന്ന് കിട്ടും. ദാറ്റ് ഈസ് മൈനസ് 45 ഡിഗ്രി. അത് നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചായ -90-നും +90-നും ഇടയിലാണ് ഇരിക്കുന്നത്. ടാൻ ഇൻവേഴ്സ് ടാൻ 3π/4 ഈക്വൽ ടു മൈനസ് π/4. അപ്പൊ ഇത്തരത്തിൽ വരുന്ന പ്രോബ്ലങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഇതുപോലത്തെ ചോദ്യങ്ങൾ എക്സാമിന് വരുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക് അസൈൻമെന്റ് ആയിട്ട് തരാം. ആ ചോദ്യങ്ങൾ ഇവയാണ്. Find the principal value of cot inverse minus 1/√3. Find the principal value of tan inverse minus 1. Find the principal value of cos inverse minus 1/√2. Find the principal value of cos inverse 1/2 plus 2 sin inverse 1/2. Find the principal value of tan inverse √3 plus cot inverse minus √3. Find the principal value of sin inverse of sin 3π/5. Find the principal value of cos inverse cos 13π/6. Find the principal value of tan inverse tan 7π/6. ഈ ചോദ്യങ്ങളും നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഈ സെക്ഷനിലെ എല്ലാ എക്സാമ്പിൾസും അതുപോലെ തന്നെ ഇതിലെ എക്സർസൈസും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ബാക്കി ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.